പ്രമുഖ വ്യവസായിയും നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന നടന്നത്. ഫെമ നിയമം ലംഘിച്ചുവെന്നാരോപിച്ചാണ് പരിശോധന. ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് ED വിളിപ്പിച്ചു. ഫെമ നിയമം ലംഘിച്ചുവെന്നാരോപിച്ചാണ് ഗോകുലം ഗോപാലന്റെ ചെന്നൈ, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടന്നത്. ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിൽ ഇന്ന് രാവിലെയാണ് ED റെയ്ഡ് ആദ്യം ആരംഭിച്ചത്. ED കൊച്ചി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഗോകുലത്തിന്റെ ഓഫീസിലും ഹോട്ടലിലും മാളിലുമാണ് രാവിലെ 11:30 ED റെയ്ഡ് ആരംഭിച്ചത്. കൊച്ചിയിൽ നിന്നുള്ള 3 യൂണിറ്റ് ED സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. സ്വകാര്യ ചാനലിന്റെ ബോർഡ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഹോട്ടലിലുണ്ടായിരുന്ന ഗോകുലം ഗോപാലിൽ നിന്ന് ED സംഘം വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഗോകുലം ഗോപാലിനോട് ചെന്നൈയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ED പ്രധാനമായും പരിശോധിച്ചത്. വഞ്ചന കേസുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ നടന്നിരുന്നു. 1000 കോടിയുടെ വിദേശ വിനിമയ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. അനധികൃത സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ 2 വർഷം മുമ്പ് ഗോകുലം ഗോപാലനെ ED ചോദ്യം ചെയ്തിരുന്നു. അന്ന് കൊച്ചി ED ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ചിട്ടി തട്ടിപ്പ് സംബന്ധിച്ച ആരോപണത്തിലും അന്ന് ED അന്വേഷണം ആരംഭിച്ചിരുന്നു. അനധികൃതമായാണ് ചിട്ടി ഇടപാടുകൾ നടത്തുന്നതെന്നായിരുന്നു EDക്ക് അന്ന് ലഭിച്ച പരാതി. രാജ്യത്താകമാനം 400-ലധികം ശാഖകളാണ് ഗോകുലം ചിറ്റ്സിനുള്ളത്. ജനം, കോഴിക്കോട്. കൊച്ചി IOC ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. പനമ്പള്ളി നഗറിലെ IOC സെയിൽസ് വിഭാഗം ഓഫീസിലാണ് പരിശോധന നടന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റാണ് പരിശോധനയ്ക്ക് എത്തിയത്. കൈക്കൂലി കേസിൽ IOC ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് മൊഴികൾ രേഖപ്പെടുത്തിയത്. ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികളിലേക്ക് മാറ്റാതിരിക്കാനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്.